മഹാത്മനായ മഹാദേവനാണ്, പക്ഷേ വൃഷഭാരൂഢനാണ്. അതീവ ഗംഭീരം, അതീവ ഗംഭീരം, അതീവ ഗംഭീരം, അതീവ സുന്ദരം. പറമേക്കാവ് ഭൂമിയിൽ ഉദിച്ച നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രം ഉദിച്ച പോലെ സൗരമണ്ഡലം. അതെ, സുന്ദരമായ കാഴ്ചകൾക്ക് അവസാനമില്ല. കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തെക്കിൻകാട് മൈതാനിയും തെക്കേ ഗോപുരനടയും പടിഞ്ഞാറേ നടയും കിഴക്കേ നടയും ഒക്കെ ഇങ്ങനെ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിക്കൊണ്ടേയിരിക്കും. കാണുമ്പോഴേ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പറഞ്ഞതൊന്നും പോരാലോ എന്ന്. പറഞ്ഞതൊന്നും പോരാലോ, പറഞ്ഞിട്ടും മതിയാവുന്നില്ലല്ലോ എന്ന് തോന്നും അല്ലെ. പണ്ട് മഹാകവി ഒരു കവിത കൂടി പറയാൻ ഞാൻ വേണമെങ്കിൽ, ചങ്ങമ്പുഴ എന്ന് പറയുന്ന കവിയുണ്ട്. ഈ കവി ചങ്ങമ്പുഴ സ്വന്തം ഭാര്യയെ വിവരിക്കും പറയുന്നുണ്ട്. മലരൊളി ചിതറും മധുചന്ദ്രികയിൽ മഴവിൽക്കൊടിയുടെ മുഴമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യം ഒരു അഴകിനെ എന്നെ മറന്നു ഞാനൊരു അഴകിനെ എഴുതുമ്പോൾ മഴവിൽക്കൊടിയാകുന്ന പേന അത് നിലാവിൽ മുക്കി എഴുതണമെന്ന്. അതുപോലെ എഴുതണം ഈ പൂരക്കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്ന് പറയാൻ. ശ്രീ രഞ്ജിത്തെ, ഞാൻ ആലോചിക്കായിരുന്നു എത്രയോ തലമുറകൾ നമുക്ക് വരാഹി ദേവി